Hello everyone, welcome to LearnMate Academy. I am Manaka Sundosh, your online teacher. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് +2 അക്കൗണ്ടൻസി എക്സാംസിനൊക്കെ റിപ്പീറ്റഡായിട്ട് ചോദിച്ചു കണ്ടുവരുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 5 ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ആണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഓൺലൈൻ ട്യൂഷൻസ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്യണം. കോൺടാക്റ്റ് നമ്പർ കൂടെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, 7012787895. സോ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് എന്ന് നോക്കാം. First question, what is goodwill? Goodwill is the value of the reputation of a business that enables it to earn higher profit in the future. ഓക്കെ, അതായത് ഗുഡ്വിൽ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു പ്രശസ്തി അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു റെപ്യൂട്ടേഷൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുക, ഗുഡ്വിൽ എന്ന് പറയാം. ഇങ്ങനെ നമുക്കൊരു വാല്യൂ കിട്ടി എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ എന്ത് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും, പ്രോഫിറ്റ് ലാഭം കിട്ടാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെങ്കിൽ, ഇപ്പോൾ നമ്മളെ ഒരാൾ പറയണം ആ കുട്ടി നല്ല കുട്ടിയാണ് കേട്ടോ, ചെറിയ പ്രായത്തിൽ തന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് മുന്നോട്ട് വന്നത്, എന്തായാലും ഭാവിയിൽ ഒരു നല്ല നിലയിൽ എത്തും എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഒരു റെപ്യൂട്ടേഷനാണ് അല്ലേ. സോ ഇങ്ങനെ പറയുന്ന ഈ ഒരു പേര് നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ ഈ ഒരു പേരിനെയാണ് എന്ത് പറയാം, ഗുഡ്വിൽ എന്ന് പറയാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗുഡ്വിൽ. ഗുഡ്വില്ലിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യൂ എന്നാണ് പറയുന്നത്. ഞാനിവിടെ ജസ്റ്റ് പോയിൻറ്റ്സ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്പ്ലനേഷൻ കൂടെ പഠിക്കുന്നത് കുറച്ചുകൂടെ ബെസ്റ്റ് ആയിരിക്കും. ഫസ്റ്റ് വൺ, നേച്ചർ ഓഫ് ബിസിനസ്. നമ്മുടെ ബിസിനസ്സിൻ്റെ സ്വഭാവം, അതായത് ഏത് ടൈപ്പ് ബിസിനസ്സാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്നുള്ളത്. സെക്കൻഡ് വൺ, ലൊക്കേഷൻ ഓഫ് ബിസിനസ്, അല്ലേ. നമ്മുടെ ബിസിനസ് എന്തോ ആയിക്കോട്ടെ അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ വില്ലേജിൽ കൊണ്ട് ഇട്ടു എന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ്സിന് അത്ര പ്രോഫിറ്റും കാര്യങ്ങളും കിട്ടി എന്ന് വരില്ല. പകരം നമ്മൾ ടൗണിലാണ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിരിക്കും. സോ ലൊക്കേഷൻ ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് ഗുഡ്വില്ലിനെ എഫക്റ്റ് ചെയ്യുന്ന മേജർ ഫാക്ടറാണ്. തേർഡ് വൺ, എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ്. എന്ത് ബിസിനസ് ആണെങ്കിലും അവിടെയുള്ള മാനേജ്മെൻറ്റ് വളരെ എഫിഷ്യൻ്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ ബിസിനസ്സിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഫോർത്ത് വൺ, ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ്, അല്ലേ. നമ്മൾ വിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ പ്രൊഡക്ട്സിൻ്റെയും ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗുഡ്വില്ലിനെ എഫക്റ്റ് ചെയ്യുന്ന ഘടകമാണ്. ഫിഫ്ത്ത് വൺ, പ്രോഫിറ്റബിലിറ്റി ഓഫ് ബിസിനസ്. നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ്, അല്ലേ. നമുക്കറിയാം നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് മാനാണെന്ന് വിചാരിക്കാം. സോ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തുതന്നെയായിരിക്കും, നമുക്ക് പ്രോഫിറ്റ് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റണം എന്നായിരിക്കും. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സാണ് നമ്മുടെ ഗുഡ്വില്ലിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എക്സ്പ്ലെയിൻ ദി ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോർമലി അറിയണം എന്താണ് പാർട്ട്ണർഷിപ്പ് എന്നുള്ളത്. രണ്ടോ അതിലധികമോ പേര് ചേർന്ന് നടത്തുന്ന ബിസിനസ്സിനെയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയാം. ഓക്കെ, അതിൽ ഫസ്റ്റ് പോയിൻ്റ് ആണ് മിനിമം 2 persons ആർ റിക്വയർഡ്. പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ 2 ആൾക്കാരെങ്കിലും മിനിമം റിക്വയർഡ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. സെക്കൻഡ് വൺ, എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് നമ്മുടെ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അത് നമുക്കറിയാമല്ലോ. ഇപ്പം ഞാൻ പറയണത് എനിക്ക് 50% പ്രോഫിറ്റ്, അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ സമ്മതിക്കണം, അല്ലേ. ഓക്കെ, 50% ലോസ് ഇങ്ങനെ ഷെയർ ചെയ്യാം. അങ്ങനെയുള്ളൊരു എഗ്രിമെൻ്റ് ആണ് പാർട്ട്നേഴ്സ് തമ്മിലുള്ളത് എന്നാണ് പറയുന്നത്. തേർഡ് വൺ, ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസസ്. പ്രോഫിറ്റും ലോസസും ഈക്വലി ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എത്ര റേഷ്യോയിലാണ് ഷെയർ ചെയ്യുക എന്ന് ഉറപ്പിച്ചിരിക്കുന്നത് അതേ റേഷ്യോയിൽ തന്നെ കൃത്യമായി ഷെയർ ചെയ്യണം. ഫോർത്ത് വൺ, മ്യൂച്വൽ ഏജൻസി. പരസ്പരമുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പാർട്ട്ണർഷിപ്പിൻ്റെ ബേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ എടുക്കുന്ന എല്ലാ അഭിപ്രായം അയാൾക്ക് തെറ്റോ, അല്ലെങ്കിൽ ആളെടുക്കുന്ന അഭിപ്രായം എനിക്ക് തെറ്റോ, ഇങ്ങനെയൊന്നും വരാനായിട്ട് പാടില്ല. സോ ഒരു അണ്ടർസ്റ്റാൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ലാസ്റ്റ് പോയിന്റ്, അൺലിമിറ്റഡ് ലേബിലിറ്റി. ബാധ്യത എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇത്ര തന്നെ ബാധ്യത വരുള്ളൂ എന്നുള്ളത്. ഓരോ പേഴ്സൻ്റെ മേലെയുമുള്ള ലേബിലിറ്റി വളരെ അൺലിമിറ്റഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്നാണ് ചോദിക്കുന്നത്. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം ഈസ് ദി പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദി എക്സിസ്റ്റിംഗ് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ഡ്യൂ ടു അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്,
death of a partner or change in profit sharing ratio while the business of the firm continues. അതായത് നമ്മുടെ ബിസിനസ് കണ്ടിന്യൂ ആയിട്ട് അല്ലെ നിർത്താതെ ഇങ്ങനെ പോവും വേണം. അതോടൊപ്പം തന്നെ നമ്മുടെ നിലവിലുള്ള പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ആ ഒരു എഗ്രിമെൻറ്റ് ചേഞ്ച് ആക്കുകയും വേണം എന്ന് പറയുന്ന ഈ ഒരു സിറ്റുവേഷനെയാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയാം. അപ്പോൾ ഈ ചേഞ്ച് ആക്കാനുള്ള സാഹചര്യം എന്നുള്ളത് അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്ത് ഓഫ് എ പാർട്ട്ണർ ഓർ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ്. ഈ കാരണത്താൽ നമ്മൾ എന്ത് ചെയ്യണം, നിലവിലുള്ള പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് മാറ്റി അല്ലെങ്കിൽ അതിൽ ചേഞ്ചസ് വരുത്തി ന്യൂ ആയിട്ട് തുടങ്ങുന്ന ഈ ഒരു കണ്ടീഷനെയാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് വിളിക്കുന്നത്. Then, what is dissolution of partnership firm? Dissolution of a firm means the complete closure of the business and termination of the partnership relationship among all partners. അതായത് ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനം അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ബിസിനസ് പൂർണ്ണമായി അവസാനിപ്പിക്കുകയും എല്ലാ പങ്കാളികൾ തമ്മിലുള്ള പങ്കാളിത്ത ബന്ധം അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്, അഥവാ ഫേമിൻ്റെ പിരിച്ചുവിടൽ. ദെൻ എക്സ്പ്ലെയിൻ ദി ഫീച്ചേഴ്സ് ഓഫ് എ കമ്പനി. നമ്മുടെ കമ്പനിയുടെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യൂ എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. നിയമപരമായിട്ട് രണ്ടും സെപ്പറേറ്റ് ആണ്. അതായത് അതിലുള്ള ഓണേഴ്സ്, ആ ഒരു കമ്പനി, ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. സെക്കൻഡ് വൺ, പെർപെച്വൽ സക്സഷൻ. നമ്മുടെ കമ്പനി എപ്പോഴും എയിം ചെയ്യുന്ന എന്ത് തന്നെയാണ്, സക്സഷൻ അല്ലേ. അതായത് നമ്മൾ എങ്ങനെയെങ്കിലും വിജയിക്കണം എന്ന് തന്നെയായിരിക്കും നമ്മുടെ കമ്പനി എയിം ചെയ്യുക. സോ അതിന് വേണ്ടിയുള്ള എഫേർട്ട് കംപ്ലീറ്റ്ലി നമ്മളെല്ലാവരും, വർക്കേഴ്സ് ഉൾപ്പെടെ മാനേജേഴ്സ്, അങ്ങനെ എല്ലാവരും ചെയ്യണം എന്നാണ് പറയുന്നത്. തേർഡ് വൺ, ലിമിറ്റഡ് ലിയബിലിറ്റി. നമ്മുടെ കമ്പനിയുടെ ബാധ്യത എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. ഫോർത്ത് വൺ, കോമൺ സീൽ. നമ്മുടെ കമ്പനിക്ക് എന്തുണ്ടാവും, ഒരു സീൽ ഉണ്ടാവും. സോ നമുക്കൊക്കെ സിഗ്നേച്ചർ ആണുള്ളത്, പക്ഷെ നമ്മുടെ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം അതിന് സീലാണ് ഉള്ളത്. അത് മാത്രമല്ല, നമ്മുടെ കമ്പനി എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ കൂടാണ്. ഓക്കെ, ദെൻ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് അല്ലേ, ഓഹരിയും കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കമ്പനിക്കകത്ത് പറ്റും എന്നാണ് പറയുന്നത്. സോ നമ്മുടെ ഫീച്ചേഴ്സ് ഓഫ് എ കമ്പനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിനിമം ഒരു 6 പോയിൻറ്റ്സ് എങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇതുപോലുള്ള ഇൻഫോർമേഷൻസും വീഡിയോസിൻ്റെ ലിങ്കൊക്കെ കൃത്യമായി ലഭിക്കാനായി ഓൾറെഡി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.